Peace to you all in the name of our Lord and Savior Jesus Christ. Okay. Hello. Hello. Can you say hello to me? Hello. Let's sound the roll. Hello. Let's sound the roll. I heard that there's more than 100 students. Can you say hello to me? Hello. Let's more louder. Hello. ഞാൻ എത്ര മിനിറ്റാ പ്രസംഗിക്കേണ്ടേ? എത്ര മിനിറ്റ് പ്രസംഗിക്കണം? അച്ഛനോട് പറഞ്ഞു 1 മണിക്കൂർ നിങ്ങളോട് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഇത് പറഞ്ഞത് അച്ഛനോട് വഴക്കുന്നുണ്ടാക്കരുത്. അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഐ വിൽ ഫിനിഷ് ഇൻ 5 minutes. നിങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു, ടീച്ചേഴ്സ് വളരെ കാര്യമായിട്ട് പറയുന്നു മിണ്ടാതിരിക്കുക. അതുകൊണ്ട് അച്ഛൻ 5 minutes നിർത്താൻ വേണ്ടിയില്ല കേട്ടോ. ഓക്കെ ഓക്കെ ഐ വിൽ ഫിനിഷ് ഇൻ 5 minutes. നിങ്ങൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഐ വിൽ ഫിനിഷ് ഇൻ 5 minutes. ജെറിക്കോ മതിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ജെറിക്കോ ഗോൾ കേട്ടിട്ടുണ്ടോ? ആരാ ഇടിച്ചെന്നറിയാവോ? ആരാ ഇടിച്ചെന്നറിയാവോ? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് അറിയാം. ആരാ ജെറിക്കോ മതില് ഇടിച്ചെന്നറിയാവോ? മറുപടി നിങ്ങളിപ്പോ പറയണ്ട. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പോയി വീട്ടിൽ പോയി ആലോചിക്കണം ഇതാരാ ഇടിച്ചതെന്ന്. ഒരു പുതിയ അച്ഛനെ പുതുതായിട്ട് ഒരു പള്ളിയിലേക്ക് വെച്ചു. പുതുതായിട്ട് പള്ളിയിലേക്ക് വെച്ചപ്പോൾ സാധാരണ അച്ഛന്മാര് സൺഡേ സ്കൂൾ നടക്കുന്ന സ്ഥലത്ത് വരും. സൺഡേ സ്കൂളിലുള്ള കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അച്ഛനെ പുതുതായിട്ട് ചാർജ് എടുക്കാൻ നമ്മൾ ആദ്യം മീറ്റ് ചെയ്തത് സൺഡേ സ്കൂൾ സ്റ്റുഡൻസിനെയാണ്. 5 minutes, half an hour ആവുമേ. ഓക്കെ അപ്പോഴ് അച്ഛൻ വന്നിട്ട് ചോദിച്ചു ആരാണ് ജെറിക്കോ മതില് ഇടിച്ചത്. അപ്പൊ കുഞ്ഞുങ്ങളല്ലേ നമുക്ക് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു സ്കിറ്റ് കണ്ടല്ലോ. അതിൽ അവർ പറഞ്ഞിട്ട് അവർ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അത് ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു അച്ഛൻ മിക്കവാറും മാത്യു ആയി ഇടിക്കാൻ സാധ്യത. കാര്യം മാത്യു ഇച്ചിരി നോട്ടിയാണ്, സ്കൂളിൽ വലിച്ച പ്രശ്നമാണ്. അത് മിക്കവാറും മാത്യു ആണ് ജെറിക്കോ മതിൽ ഇടിക്കാനായിട്ട്. ജെറിക്കോ മതിൽ ഇടിച്ചത് മാത്യു ആണെന്ന്. ഓക്കെ അതെല്ലാം കഴിഞ്ഞു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ മീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചില സമയം ഇവിടെ വർഷിപ്പ് തുടങ്ങാനായിട്ട് 1.5 മണിക്കൂർ ഉണ്ടായിരുന്നുകൊണ്ട് അച്ഛന് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ എല്ലാവരും വിളിച്ചു കൊടുത്തു. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ വിളിച്ചു കൂട്ടിയിട്ട് ചോദിച്ചു ആരാ ജെറിക്കോ മതില് ഇടിച്ചത്. അപ്പോൾ അതിന് ഒരു ടീച്ചർ പറഞ്ഞു അച്ഛൻ ഞങ്ങളാരുമല്ല, അത് സംസ്കൃതി കുറച്ച് വികൃതിയുള്ള പിള്ളേരുണ്ട്, അതിന് അവരാരെങ്കിലും വിളിച്ച് ഞങ്ങളാരും വിളിച്ചിട്ടില്ല. ഓക്കെ അച്ഛനെ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞിട്ട് ആരാധന കഴിഞ്ഞു. ആരാധന കഴിഞ്ഞിട്ട് ചർച്ചകളിലേക്ക് വന്നു. ചർച്ചകളിലേക്ക് വന്നപ്പോൾ ചർച്ചകളിലേക്ക് വരും. ഈ ജെറിക്കോ മതിലിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ കാര്യമായിട്ട് നടന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സൺഡേ സ്കൂളിൽ ചോദിച്ചാൽ ജെറിക്കോ മതിൽ ഇടിച്ചത്. കുട്ടികൾ പറഞ്ഞു മാത്യു അടിച്ചെന്ന് പറഞ്ഞു. ടീച്ചേഴ്സിനോട് ചോദിച്ചു. ടീച്ചേഴ്സ് പറഞ്ഞു അവരാരുമല്ല ഇടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ചക്കുട്ടി വന്നപ്പോഴത്തേന് ചർച്ചക്കുട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറഞ്ഞു വെച്ചാൽ ജെറിക്കോ മതിൽ ആരിടിച്ചാലും സാരമില്ല, അത് പണിയാനുള്ള ഫണ്ട് നമ്മുടെ ആവശ്യത്തിനാണ്. ജെറിക്കോ മതിൽ ആരിടിച്ചാലും സാരമില്ല, അത് പണിയാനുള്ള ഫണ്ട് വിഷമിക്കേണ്ട, അതിനുള്ള ഫണ്ട് നമ്മുടെ. ഞാൻ ഈ ചെറിയ കഥ പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാവോ? നമ്മുടെ സൺഡേ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇതുപോലെ ആയി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. And I am very thankful for the teachers. ഇത്രയും യങ് ആൻഡ് വൈബ്രന്റ് ടീച്ചേഴ്സ് ഈ സെന്റ് പീറ്റേഴ്സ് ചർച്ചിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ളതിന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എനിക്ക് നമുക്ക് നല്ല കാര്യം കൊടുക്കേണ്ട ആവശ്യം.
ഞങ്ങളൊക്കെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചത് 50, 60, 70 വയസ്സുള്ള അപ്പച്ചന്മാരൊക്കെ. പക്ഷെ ഇന്നത്തെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ഇന്നത്തെ സിറ്റുവേഷൻ അനുസൃതമായിട്ട് അവരെ പഠിപ്പിക്കുവാനായിട്ടുള്ള ടാലന്റുള്ള ഒരു കൂട്ടം സൺഡേ അധ്യാപകരുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. നാട്ടിലെ സൺഡേ സ്കൂളിന്റെ എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന ഒരു വലിയ പ്രതിസന്ധി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാക്യങ്ങൾ, ബൈബിൾ വേഴ്സ്, മെമ്മറി വേഴ്സ് വളരെ കൃത്യമായിട്ട് അറിയത്തില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് ഇവിടെ സിറ്റുവേഷൻ എങ്ങനെയാണ്, എൻ്റെ അടുത്ത് ഞങ്ങളുടെ അച്ഛന്മാരുടെ അടുത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ട് മെമ്മറി വേഴ്സ് ഒക്കെ അറിയാവുന്നത് ചോദിച്ചു. അപ്പോൾ വളരെ ധൈര്യമായിട്ട് പറഞ്ഞിട്ട് അതുപോലെ അറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും ബൈബിൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ ആവശ്യമാണ്. സെന്റ് പീറ്റേഴ്സ് ഇടവകയുടെ സൺഡേ സ്കൂൾ ആനിവേഴ്സറി, അതിന്റെ 50th ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ MC ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഓപ്പണിംഗ് പ്രയർ ചെയ്ത ആന്റിയൊക്കെ എടുത്തു പറഞ്ഞൊരു വാക്കാണ് മൈൽ സ്റ്റോൺ. മൈൽ സ്റ്റോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? എന്താ മൈൽ സ്റ്റോൺ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്? Something that reminds you milestones. എൻ്റെ ഒരു ചിന്ത അനുസരിച്ച് മൈൽസ്റ്റോൺസ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മൈൽകുട്ടികൾ എന്ന് പറയും. 2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്, ഇനി നമുക്ക് എത്ര ദൂരം സഞ്ചരിക്കുവാനായിട്ട് ഉണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. How far we have covered and also how far we have to cover. ഇനി എത്രത്തോളം സഞ്ചരിക്കുവാനായിട്ടുണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മൈൽസ്റ്റോൺ. So when we celebrate the 50th anniversary of our Sunday school, it tells us that we have come up to this level and also we have to travel more. ഇത്രത്തോളം ദൈവം നമ്മെ കൊണ്ടുവന്ന് ഇനി നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് ഉണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് മൈൽസ്റ്റോൺസ് എന്ന് പറയുന്നത്. ഞാൻ വേദപുസ്തകത്തിൽ ഒരു വാക്യം മാത്രം വായിച്ച് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രോഗ്രാമുകളിലേക്ക് വീണ്ടും നിങ്ങളെ പറഞ്ഞയക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. സങ്കീർത്തനം 119 105 വാക്യം. Your word is a lamp for my feet and a light on my path. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. സൺഡേ സ്കൂൾ അച്ഛൻ ഓഫീസ് പോലെ സഭയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു സംഘടനയാണ് സൺഡേ സ്കൂൾ. ഈ സൺഡേ സ്കൂളിലൂടെയാണ് ഒരു തലമുറയെ നമ്മൾ വാർത്തെടുക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, we are building a faith community and also a faithful generation. We are building a faith community and a faithful generation. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകരുടെ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് we are building a faith community and also at the same time we are building a faithful generation. ഒരു വിശ്വാസ സമൂഹത്തെ രൂപീകരിക്കുന്നതിലും അതോടൊപ്പം തന്നെ വിശ്വസ്തതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് സൺഡേ സ്കൂൾ അധ്യാപകർ. നിങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രി ഒരു കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് വചനത്തിന്റെ വെളിച്ചം നൽകുകയാണ്. തീർച്ചയായിട്ടും അത് ദൈവത്തിന്റെ വചനം അവരുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവും. ഇന്ന് ഒരുപക്ഷെ അവരുടെ ഉള്ളിൽ ലഭിക്കുന്ന ദൈവത്തിന്റെ ഈ ചെറുവചനം അവരുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയിൽ അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് അവരെ സഹായിക്കും. ആ ദൈവിക കൃപയോടുകൂടി നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 50 വർഷം പൂർത്തീകരിക്കുന്നതായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ് സൺഡേ സ്കൂളിന് എല്ലാവിധ ആശംസകളും നൽകുന്നതിനോടൊപ്പം ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നതിലും ഒരു ഫെയ്ത്ത്ഫുൾ ജനറേഷനെ ബിൽഡ് ചെയ്യുന്നതിലും
നമ്മുടെ സൺഡേ സ്കൂളിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളെയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സുരക്ഷിതമായ ദൈവം നമ്മെ എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ.